കുട്ടികളിലെ മൂക്കിലെ ദശ അഥവാ അഡിനോയിഡ് സർജറി ഇല്ലാതെ മാറുമോ? ഞാൻ ഡോക്ടർ മുനീർ, മാനു മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മഞ്ചേരി. സാധാരണയായി പാരന്റ്സ് കുട്ടികളുമായി വരുമ്പോൾ പറയുന്നത് വിട്ടുമാറാത്ത ജലദോഷം, കൂർക്കം വലി, വായ തുറന്നു ഉറങ്ങുക, അതുപോലെ തന്നെ കേൾവിക്കുറവ്, ഇങ്ങനെയുള്ള സിംറ്റംസുമായി കുട്ടികൾ വന്നാൽ മൂക്കിൽ ദശ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു എക്സ്റേക്കോ ഒരു എൻഡോസ്കോപ്പിക്കോ വിധേയമാക്കുന്നതാണ്. എക്സ്റേയിലോ എൻഡോസ്കോപ്പിയിലോ ദശ 50% താഴെയാണെങ്കിൽ കുട്ടി എന്ത് സിംറ്റം ആയിട്ടാണോ വരുന്നത് അത് ട്രീറ്റ് ചെയ്ത് വിടാറാണ് പതിവ്. ഇനി 50% മുകളിലാണ് ദശ ഉള്ളതെങ്കിൽ നമ്മൾ ഒരു 3 മാസത്തേക്കെങ്കിലും നേസൽ സ്പ്രേ പ്രിസ്ക്രൈബ് ചെയ്യാറാണ് പതിവ്. എന്നാൽ 3 മാസത്തെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും കാര്യമായ വ്യത്യാസമൊന്നുമില്ല എങ്കിൽ നമ്മൾ ഒരു എക്സ്റേയോ എൻഡോസ്കോപ്പിയോ എടുത്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം സർജറി സജസ്റ്റ് ചെയ്യാറാണ് പതിവ്.